കോഴിക്കോട് കോർപ്പറേഷനിലെ വാർഡ് വിഭജനം ബിജെപിയെ തുണച്ചെന്ന ആരോപണം ബലപ്പെടുത്തി വോട്ട് കണക്കുകൾ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ 648 വോട്ട് മാത്രം കൂടുതൽ നേടിയ ബിജെപി 6 സീറ്റ് അധികം നേടിയത് ഈ ആനുകൂല്യം ഉപയോഗപ്പെടുത്തിയാണ്. കോൺഗ്രസ് സ്ഥിരമായി ജയിക്കുന്ന ചാലപ്പുറം വാർഡിലെ 3000-ഓളം UDF അനുകൂല വോട്ടുകൾ മുഖദാറിലേക്ക് മാറ്റി ചാലപ്പുറത്തെ BJP അനുകൂല വാർഡാക്കി മാറ്റിയെന്ന് മീഡിയ വൺ തെരഞ്ഞെടുപ്പിന് മുമ്പേ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇവിടെ 734 വോട്ട് കിട്ടിയ BJP സ്ഥാനാർത്ഥിയാണ് ജയിച്ചത്. സമാനമാണ് മാവൂർ റോഡിന്റെ അവസ്ഥ. കോൺഗ്രസ് സിറ്റിംഗ് സീറ്റായ വലിയങ്ങാടി വിഭജിച്ചാണ് മാവൂർ റോഡ് വാർഡാക്കിയത്. വലിയങ്ങാടിയിലെ UDF അനുകൂല വോട്ടുകൾ മറ്റൊരു UDF വാർഡായ കുറ്റിച്ചിറയിലേക്ക് മാറ്റി. ഫലം മാവൂർ റോഡിൽ 733 വോട്ട് നേടിയ BJP സ്ഥാനാർത്ഥി ജയിച്ചു. പന്നിയങ്കര വാർഡിലെ UDF അനുകൂല ഭാഗങ്ങൾ കല്ലായിലേക്ക് മാറ്റിയതും BJPക്ക് തുണയായി. BJPയുടെ സെറ്റിംഗ് വാർഡായ കാരപ്പറമ്പിലെ UDF അനുകൂല വോട്ട് ചക്രത്തോളത്തേക്ക് മാറ്റി BJP സഹായിച്ചുവെന്നും ആരോപണമുണ്ട്. ഷേപ്പ് ചെയ്ത് ചെറിയ ചെറിയ കുട്ടി വാർഡുകൾ ഉണ്ടാക്കുക. അപ്പോൾ മനുഷ്യർ ഇതൊന്നും പൂർണ്ണമായി പഠിക്കാനൊന്നും ശ്രമിക്കില്ലല്ലോ. വളരെ കൃത്യമായി BJP ജയിക്കണമെന്ന നിർബന്ധ ബുദ്ധിയിൽ ചെയ്തു കൊടുത്താ BJP ജയിക്കണം എന്നുള്ള. BJP പുതുതായി 6 വാർഡുകൾ വിജയിച്ചപ്പോഴും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ ആകെ വർദ്ധിച്ചത് 648 വോട്ട് മാത്രമാണ്. കോൺഗ്രസിന് 18,000-ലധികം വോട്ടുകൾ വർദ്ധിച്ചപ്പോൾ CPM-ന് 17,000-ലധികം വോട്ടുകൾ നഷ്ടപ്പെട്ടു. 2% വോട്ടർമാർ CPM-ന് കൈയൊഴിഞ്ഞു. അവർ പൂർണ്ണമായി എത്തിയത് UDF-ലേക്കാണ്. വർദ്ധിച്ച വോട്ടിൽ പോലും 5-1 വോട്ട് പോലും BJPക്ക് അനുകൂലമായി കിട്ടിയില്ല. പക്ഷെ അവർക്ക് 6 സീറ്റ്, നേരെ ഇരട്ടി സീറ്റാണ്. BJP ജയിച്ച വാർഡുകളിൽ നല്ലൊരു ഭാഗം 4,000 വോട്ടിന് താഴെയുള്ളവയാണ്. എന്നാൽ UDF വാർഡുകളിൽ 12,000 വരെ വോട്ടുള്ളവയുണ്ട്. വാർഡ് വിഭജനം ഉദ്യോഗസ്ഥ നടപടിയാണെന്നും രാഷ്ട്രീയ ഇടപെടലില്ലെന്നുമാണ് CPM നേതൃത്വം വിശദീകരിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷനിലെ BJP സീറ്റ് വർധനയിൽ വാർഡ് വിഭജനം നിർണായക പങ്ക് വഹിച്ചു എന്ന് തെളിയിക്കുന്നതാണ് കണക്കുകൾ. മുഹമ്മദ് അസ്ലം, മീഡിയ വൺ, കോഴിക്കോട്.